ബെയിലിൻദാസിനെ റിമാൻഡ് ചെയ്യുന്നതാണ് വാർത്ത. റിമാൻഡ് 27 വരെയാണ്. പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരും അല്പസമയത്തിനകം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബെയിലിൻദാസിന്റെ ജാമ്യാപേക്ഷ പൂർത്തിയായതാണ്. ഇപ്പോഴാണ് അതിന്റെ വിധി വരുന്നത്. ബെയിലിൻദാസിന് ജാമ്യമില്ല. 27-ാം തീയതി വരെ റിമാൻഡിലാണ് എന്നാണ് വരുന്ന വാർത്ത. ബെയിലിൻദാസിനെ റിമാൻഡ് ചെയ്തു. ബെയിലിൻദാസിന് ജാമ്യമില്ല, റിമാൻഡിൽ തന്നെയാണ്. 27-നാണ് റിമാൻഡ്. 27 വരെയാണ്. നേരത്തെ ഈ ജാമ്യം എങ്ങനെയും അനുവദിച്ചു കിട്ടാൻ പല രീതിയിലുള്ള വാദങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചു. പ്രതിക്ക് കാഴ്ചാ പരിമിതിയുണ്ട്, യഥാർത്ഥത്തിൽ അങ്ങനെ മർദ്ദിച്ചതല്ല, തൊഴിൽ സംബന്ധമായ പ്രശ്നത്തിൽ വലിയ പ്രകോപനത്തിനുണ്ടായി പോയതാണ്. മാത്രമല്ല ബെയിലിനും ആ കാര്യത്തിൽ പരിക്കുണ്ട്, ബെയിലിൻ്റെ പിരികത്തിന് മുകളിൽ എന്തോ ഒരു മുറിവുണ്ട് എന്നൊക്കെയായിരുന്നു പ്രതിഭാഗത്തിൻ്റെ കോടതിയിലെ വാദം. സ്ത്രീത്വത്തെ അവമാനിക്കുക എന്ന് നിലനിൽക്കില്ല എന്ന് കോടതി ഇടയ്ക്കൊരു ഘട്ടത്തിൽ പറഞ്ഞതാണെങ്കിലും എന്തായാലും റിമാൻഡിലേക്ക്, ജയിലിലേക്ക് പോകുന്നു ബെയിലിൻദാസ്. അവിടെ കഴിഞ്ഞ ദിവസം വരെ വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകനായി ഉണ്ടായിരുന്ന ആളാണ് ബെയിലിൻ. ബെയിൽ നിഷേധിക്കപ്പെട്ടത് ജയിലിലേക്ക് പോവുകയാണ് ബെയിലിൻദാസ്. ഷഫീദ് റാവുത്തറ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, വലിയ വാദമുഖങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ പ്രതിഭാഗം മുന്നോട്ടേക്ക് വെച്ചതാണ്. പക്ഷേ ഇതിൽ പരിക്കേറ്റത് ബെയിലിനും പരിക്കുണ്ട് എന്നടക്കമുള്ള വാദങ്ങൾ തൽക്കാലം വിലപ്പോവുന്നില്ല, അല്ലേ ഷഫീദ്? യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലാണ് ബെയിലിൻദാസിന് ഇപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരുന്നത്. റിമാൻഡിലാവുന്നു ബെയിലിൻ. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് പ്രതിയെ അല്പസമയത്തിനകം കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ഓർത്തു നോക്കണം, ഈ അടുത്ത ദിവസം വരെ അവിടെ MG പ്രതീക്ഷ പ്രതിയെ കോടതിക്ക് പുറത്തേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണോ? കോടതിക്കുള്ളിൽ പ്രതിഭാഗം ഉന്നയിച്ച വാദമുഖങ്ങളൊന്നും വിലപ്പോയില്ല. അഷ്മി, തീർച്ചയായും ബെയിലിൻദാസിന് കനത്ത തിരിച്ചടിയാണ് ഈ കോടതിയിൽ നിന്ന് ഉണ്ടായത്. പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 11 തള്ളിയിരിക്കുന്നു. അല്പസമയം മുമ്പ്, ഈ നിമിഷങ്ങൾ മുമ്പ് പ്രതിയെ കോടതിയിൽ നിന്ന് പുറത്തിറക്കി. നിലവിൽ ഫോർട്ട് ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകും. ഈ ജാമ്യം ലഭിക്കാനുള്ള പരമാവധി ശ്രമം പ്രതിഭാഗം അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രകോപനപരമായ ഒരു നിലപാട് ഉണ്ടായത് യുവ അഭിഭാഷകയുടെ ഭാഗത്ത് നിന്നായിരുന്നു എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം. അഭിഭാഷക പ്രകോപനപരമായി ബെയിലിൻദാസിനെ മർദ്ദിച്ചു. ബെയിലിൻദാസിന്റെ കണ്ണിന് പരിക്കേറ്റു, കണ്ണട പൊട്ടി, കണ്ണിന്റെ പുരികത്തിന് പരിക്കേറ്റു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടും പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പക്ഷേ ഈ വാദങ്ങളൊക്കെ തന്നെ മജിസ്ട്രേറ്റ് കോടതി തള്ളി. വളരെ ഗൗരവമുള്ള കുറ്റമാണ് ബെയിലിൻദാസ് ചെയ്തത് എന്നുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കുറ്റം ചെയ്ത പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തന്നെ ഒരു ശരിയായ ഒരു വിധി ആയിരിക്കില്ല എന്നുള്ള ഒരു പ്രോസിക്യൂഷൻ വാദം കൂടി നിലവിൽ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. എന്തായാലും യുവ അഭിഭാഷകയെ സംബന്ധിച്ച ഒരു നീതി, അവർ പ്രതീക്ഷിച്ച ഒരു നീതി ഈ ഘട്ടത്തിൽ കിട്ടിയെന്ന് നമുക്ക് പറയാൻ കഴിയും. നേരത്തെ ആദ്യം 3 വകുപ്പുകളായിരുന്നു ബെയിലിൻദാസിനെതിരെ ചുമത്തിയിരുന്നത്. അതിൽ ഒരു വകുപ്പ് ജാമ്യമില്ലാ വകുപ്പ്, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പാണ് ജാമ്യമില്ലാ വകുപ്പായി ചുമത്തിയത്. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ ഒരു വകുപ്പ് കൂടി ചേർത്തിരുന്നു. അത് കയ്യേറ്റം ചെയ്ത മുഖത്ത് പരിക്കുണ്ടാക്കി എന്നതായിരുന്നു. ശ്യാമിലിയുടെ മുഖത്ത് പൊട്ടലുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി കോടതിയിൽ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതടക്കം പരിഗണിച്ചുകൊണ്ടാണ് വഞ്ചിയൂർ കോടതി ബെയിലിൻദാസിന് ജാമ്യം നിഷേധിച്ചത്. ഈ ജാമ്യാപേക്ഷ, നിലവിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ നാളെ കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കോടതിയുടെ നിലപാട് നിർണായകമായിരിക്കും. പക്ഷേ ഈ മാസം 27 വരെ ബെയിലിൻദാസിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു അഭിഭാഷകയ്ക്ക് അല്ലെങ്കിൽ തൊഴിലിടത്തിൽ ഒരിക്കലും നേരിടേണ്ടി വരാത്ത തരത്തിലുള്ള ഒരു മർദ്ദനമാണ് യുവ അഭിഭാഷകയായ ശ്യാമിലിക്ക് നേരിടേണ്ടി വന്നത്. കാരണം ആ മർദ്ദന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ ഒരു ക്രൂരതയുടെ തെളിവ് വ്യക്തമാണ്. അത്രത്തോളം ഒരു മർദ്ദനം അഭിഭാഷക